നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അഖിൽ കൃഷ്ണയാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ നമ്മളിപ്പോൾ പ്രമേഹത്തിന്റെ സങ്കീർണതകളെ പറ്റി ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രമേഹത്തിന്റെ സങ്കീർണതകൾ എന്ന് പറയുന്നത്? അത് അപകടത്തിലേക്ക് നീങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രമേഹം എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഇപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ തുടക്കത്തിൽ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസിലെ സങ്കീർണത നമുക്ക് മനസ്സിലാവണം എന്നില്ല. പ്രധാനമായിട്ടും അത് ബാധിക്കുന്നത് കണ്ണുകളെ ബാധിക്കാം. കണ്ണുകളിലെ ഞരമ്പുകളെ ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാം. അതുപോലെ കൈകാലിലെ ഞരമ്പുകളെ ബാധിച്ച് കൈകാല് പെരുപ്പ്, പിന്നീട് കൈകാലിലൊക്കെ നമുക്ക് മുറിവുകൾ വന്നു തുടങ്ങാം. അതുപോലെ തന്നെ വൃക്കകളെ ബാധിക്കാം. വൃക്കകളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസും കിഡ്നി മാറ്റിവെക്കലൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ ഭയപ്പെടുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിനെ ബാധിച്ച് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അത് ഒരു മൈക്കോൾ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലോട്ട് വരാം. അതുപോലെ തലച്ചോറിന് ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഷുഗർ കാരണം അല്ലെങ്കിൽ പഞ്ചസാര കാരണം നമുക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ്. ഡോക്ടർ ഇപ്പോൾ കോംപ്ലിക്കേഷനെ പറ്റി സൂചിപ്പിച്ചു. അപ്പോൾ കണ്ണിന്റെ കാര്യത്തെ പറ്റി സൂചിപ്പിച്ചില്ല. അതാണോ ഈ റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ആ ഒരു ഘട്ടം? അതെന്താണ് അവസ്ഥ? ഇത് കണ്ണിൻ്റെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിലോട്ട് വരുന്നത്. അത് പ്രധാനമായിട്ടും ഷുഗർ ഒരുപാട് കൂടി വരുമ്പോഴത്തേക്കാണ് അത് നമുക്ക് സംഭവിക്കുന്നത്. ഒരുപാട് വർഷങ്ങളിൽ പ്രമേഹമുള്ളവർക്കാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇത് നമുക്ക് പ്രത്യേകിച്ചുള്ള ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഈ പ്രമേഹമുള്ള രോഗികളിൽ റുട്ടീനായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ണിൻ്റെ പരിശോധന ചെയ്യാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ ലേസർ അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കണ്ണിലോട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ കണ്ണിന് കാഴ്ച ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പോൾ തുടക്കത്തിലെ പ്രമേഹം നിയന്ത്രിക്കുക, നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, ആ സമയത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഡോക്ടർ, അപ്പോൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് കണ്ണിലുണ്ടാകുന്ന ഓരോ വൈകല്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളും ഇത്തരത്തിൽ പ്രമേഹം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക്, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ഒരു വ്യക്തിക്ക് പ്രകടമാകില്ല എന്നാണോ പറയുന്നത്? നമ്മൾ സാധാരണഗതിയിൽ കണ്ണിൻ്റെ പരിശോധന മാത്രം ചെയ്തുകൊണ്ട് ഈ റെറ്റിനോപ്പതി കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അതായത് കണ്ണിൻ്റെ നമ്മൾ സാധാരണഗതിയിൽ കണ്ണിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ അവർ നോക്കുന്ന നമ്മുടെ കണ്ണിൻ്റെ പരിശോധന ഈ പറഞ്ഞ പോലെ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് ഒക്കെ നോക്കും. പക്ഷെ അതിലൂടെ നമുക്കത് കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അതിന് നമ്മൾ കണ്ണിനകത്ത് മരുന്നൊഴിച്ച് കണ്ണിനകത്ത് ഞരമ്പുകളെ നോക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് കണ്ണിൻ്റെ ഡോക്ടർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ നോക്കുന്ന എൻഡോക്രൈനോളജിസ്റ്റിന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഡോക്ടേഴ്സിനെ തന്നെ കണ്ട് റുട്ടീനായിട്ട് ഒരു നിശ്ചിത കാലയളവുകളിൽ നമ്മളിത് കണ്ണിൻ്റെ പരിശോധന ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റ് അവയവങ്ങളെ കൂടി എങ്ങനെ ബാധിക്കും നോക്കുമ്പോൾ ഈ കിഡ്നിയെ ബാധിക്കുന്നത് എപ്രകാരമാണ് ഡോക്ടർ? നമുക്ക് എന്തൊക്കെ സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകും? അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് കിഡ്നീനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ, അതായത് നെഫ്രോപ്പതി എന്ന് പറയും. അപ്പോൾ കിഡ്നികളെ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും രോഗികൾ കണ്ടുവരുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കാലിൽ നീര് വരാം, അതുപോലെ തന്നെ മുഖത്തിൻ്റെ കണ്ണിന് ചുറ്റും കുറച്ച് നീര് വരാം, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരുപാട് പതഞ്ഞ് കാണാം. കാരണം യൂറിനിൽ കൂടെ ഒരുപാട് പ്രോട്ടീൻ പോകുമ്പോഴത്തേക്കും നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നല്ല പതഞ്ഞ് വരാം. അതുപോലെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് മൊത്തത്തിലൊരു ശരീരത്തിൽ നീര് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കിഡ്നിനെ ബാധിക്കുമ്പോഴത്തേക്ക് ആളുടെ BP ഒരുപാട് കൂടുതലായിട്ട് കാണാം. BP കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രമേഹത്തിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ രോഗികൾക്കുള്ള ഒരു സംശയമാണ് ഈ മരുന്നിലൂടെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകും. പലരും മരുന്നെടുക്കാൻ പേടിക്കുന്നത് തന്നെ ഈ കിഡ്നിക്ക് ഈ മരുന്ന് ബാധിക്കുമെന്നുള്ള ഒരു പേടി കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ മരുന്നുകൾ പലതും അത് കിഡ്നിനെ ബാധിക്കത്തില്ല എന്ന് മാത്രമല്ല, കിഡ്നിയുടെ ഫംഗ്ഷനെ മെച്ചപ്പെടുത്തുന്ന ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പല പ്രമേഹ മരുന്നുകളും നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനത്തെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകൾ തിരിച്ച് കിഡ്നിയുടെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. 2, BP കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മുടെ സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി ശീലമുള്ളത് നിർത്തണം. പിന്നെ ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ പ്രമേഹം കിഡ്നികളെ ബാധിക്കാൻ നമുക്ക് നോക്കാൻ സാധിക്കും. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും വിജയനാണ്. വിജയൻ, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കോഴിക്കോട് നിന്ന് വിജയൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു. എനിക്കൊരു 10 വർഷത്തിന്റെ
തോളായി ഡയബറ്റീസ് പ്രമേഹം ഉണ്ട്. ഞാൻ ചികിത്സയ്ക്ക് ഇപ്പൊ ഇൻസുലിൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയേണ്ടത് ഈ ഇൻസുലിന്റെ പരിശോധിക്കുമ്പോൾ ഏകദേശം കുറച്ച് വ്യത്യാസമുണ്ട്, ഒരു 10-20 ഒക്കെ വ്യത്യാസമുണ്ട്, പിന്നെ നോർമലായിട്ട് വരുന്നത്. പക്ഷെ ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട് 2 പ്രാവശ്യം, രാവിലെയും രാത്രിയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കുറെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എന്നോട് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും അത്ര ഇതില്ല, മധുരം മാത്രം ഒഴിവാക്കി കഴിക്കാൻ ചിലപ്പോൾ ആവശ്യത്തിന് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എനിക്ക് അറിയേണ്ടത് എന്താ പറഞ്ഞാൽ ഈ ഇൻസുലിൻ നമ്മളിപ്പോ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് അവസാനം എന്തായിരിക്കും, ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്തിട്ട് വരുന്നതെന്ന് അറിയേണ്ടത്. ഒരു സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. സോ ഇൻസുലിൻ താങ്കൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മിക്കവാറും താങ്കളുടെ പ്രമേഹത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായതുകൊണ്ടായിരിക്കും ഡോക്ടർ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പം എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഷുഗർ ഒരുപാട് കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് രക്തപരിശോധന ചെയ്യുവാണെങ്കിൽ, അതായത് ഗ്ലൂക്കോമീറ്ററൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഷുഗർ ചെക്ക് ചെയ്യുവാണ്, ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു ഷുഗർ കുറയുന്ന കണ്ടീഷൻ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, അല്ലെങ്കിൽ ഷുഗർ ഒരു പരിധിക്കുള്ളിൽ കുറയുന്ന കണ്ടീഷൻ നമുക്കത് കുറയ്ക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് ഇഫക്റ്റ് അതാണ്. രണ്ടാമത്തെ സൈഡ് ഇഫക്റ്റ് ഇൻസുലിൻ കുറച്ച് വെയിറ്റ് നമുക്ക് കൂട്ടും എന്നുള്ളൊരു സെക്കൻഡ് സൈഡ് ഇഫക്റ്റാണ്. അല്ലാതെ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇൻസുലിൻ കാരണം നമുക്ക് വേറെ അവയവങ്ങളെ ബാധിക്കുകയോ വേറെ അവയവങ്ങൾക്ക് തകരാറുണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ പ്രമേഹം കൺട്രോൾ ആണോ എന്ന് നോക്കുന്ന ടെസ്റ്റുകൾ, അതായത് ഫാസ്റ്റിംഗ് ഷുഗർ എത്രയുണ്ട്, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ എത്രയുണ്ട്, അതുപോലെ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് HbA1c എന്ന് പറയും, അതും കിഡ്നി ടെസ്റ്റുകൾ, ഇതെല്ലാം കൃത്യമായ ഇടവേളകൾ പരിശോധിക്കണം. താങ്കളുടെ കിഡ്നി ഫംഗ്ഷൻ ഇപ്പോൾ 10 വർഷമായി പ്രമേഹം ഉണ്ടായെന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് അറിയേണ്ടത് വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ അതാണ് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കാണ് പലപ്പോഴും പല ആൾക്കാർക്ക് നമുക്ക് ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ പോലും നമുക്ക് ബാക്കി കിഡ്നി ഫംഗ്ഷനൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് മരുന്നുകളിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞ പോലെ പല മരുന്നുകളും കിഡ്നി ഫംഗ്ഷനെയും ബാക്കിയുള്ള ഷുഗറിൻ്റെ അളവിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളും കൂടെ ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ കൂടെ ചിലപ്പോൾ താങ്കൾക്ക് കിഡ്നി ഫംഗ്ഷനൊക്കെ ഓക്കെ ആണെങ്കിൽ താങ്കളുടെ ഡോക്ടറിന് മരുന്നുകളിലൂടെ തരാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാനും കുറച്ചും കൂടി താങ്കളുടെ പ്രമേഹം കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള ഓർഗൻസിൻ്റെ ഫംഗ്ഷനെ ബെറ്റർ ആക്കാനും അത് സാധിക്കും. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ചതുപോലെ തന്നെ ഒരു ഇൻസുലിൻ്റെ കാര്യം, അപ്പോൾ ജീവിതത്തിൽ ഉടനീളം എടുക്കേണ്ട ഒരു കാര്യം എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇൻസുലിൻ മാറുകയാണ് ഈ ഒരു പ്രമേഹ രോഗികൾക്കെന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു ദിവസം ഇത്തരത്തിൽ ഇൻസുലിൻ എടുക്കാനായി വിട്ടുപോവുകയോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തുടർ ദിവസങ്ങൾ എടുക്കണോ, അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ ഒടുവിൽ എപ്പോഴെങ്കിലും എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഈ ഒരു സംശയം മിക്ക പ്രമേഹ രോഗികളിലുമുണ്ട്. അതിനെപ്പറ്റി എന്താ ഡോക്ടർ പറയാനുള്ളത്? ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വൈദ്യശാസ്ത്രത്തിലൊരു വലിയൊരു കണ്ടുപിടുത്തമാണ്. കാരണം ഒരു 1920-കൾക്ക് മുമ്പ് ഇൻസുലിൻ ഇല്ലായിരുന്നു നമുക്ക്. ആ സമയത്ത് പ്രത്യേകിച്ച് ടൈപ്പ് 1 പ്രമേഹ രോഗികൾ, ഇൻസുലിൻ ഒട്ടും ബോഡിക്കകത്ത് ഉണ്ടാവാത്ത ഒരു കണ്ടീഷനാണ് ടൈപ്പ് 1 പ്രമേഹം. അത്തരം രോഗികൾക്ക് ചികിത്സയില്ലാതെ മരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പിന്നെ കുട്ടികളിലാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻസുലിൻ പല പുതിയ ഇൻസുലിൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടുപിടുത്തം കാരണം നമുക്ക് ഒരുപാട് രോഗികളുടെ ഒരു ഷുഗർ കൺട്രോൾ ചെയ്യുന്ന വഴി അവരുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ഒരു ദിവസം മറന്നു പോയാലുള്ള കാര്യം. അതായത് ഇപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയം, ഇപ്പോൾ പല ഇൻസുലിനുണ്ട്. ചില ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ നമുക്ക് ബോഡിക്കകത്ത് ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നിൽക്കും. ചില ഇൻസുലിനൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ നമ്മുടെ ബോഡിക്കകത്ത് നിൽക്കുന്ന ഇൻസുലിനുണ്ട്. പലതരം ഇൻസുലിനുണ്ട്. അപ്പോൾ ഓരോ ഇൻസുലിനും ഈ പറയുന്ന ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരം തരേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇൻസുലിൻ എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഫുഡിനകത്തുള്ള ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇൻസുലിൻ എടുക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബോഡിക്കകത്ത് ലിവറിൽ നിന്ന് കുറച്ച് ഗ്ലൂക്കോസ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരു ഇൻസുലിനാണ് രണ്ടാമത്തെ ഒരു ഇൻസുലിൻ എടുക്കുന്നത്. പല ഇൻസുലിനും ഇതിന് രണ്ടോ ചേർന്ന് വരുന്ന ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും 1 നേരം 2 നേരമൊക്കെ എടുത്താൽ തന്നെ ഷുഗർ കൺട്രോൾ ആവുന്നത്. അപ്പോൾ പലപ്പോഴും ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന് 10 മിനിറ്റോ അരമണിക്കൂറോ മുമ്പായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇൻസുലിൻ എടുക്കാൻ മറന്നു പോയാൽ അപ്പോൾ ആ സമയത്ത് ആ ദിവസം അദ്ദേഹം കഴിക്കുന്ന ഫുഡിനകത്തുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാതെ വരും. അത് നമ്മുടെ ബോഡിക്കകത്ത് ഇൻസുലിൻ ഷുഗർ കൂടുതലായിട്ട് വരും. പിറ്റേ ദിവസം ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ ഷുഗർ അത് കൺട്രോൾ ചെയ്യും. തലേ ദിവസത്തെ ഷുഗർ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം വരുന്ന മുറയ്ക്ക് നമുക്കിപ്പം വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്ന ഇൻസുലിനൊക്കെ വരുന്നുണ്ട്. ഒരു 1-2 വർഷത്തിനുള്ളിൽ നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ ആവും. അപ്പോൾ അതൊക്കെ വരുന്നത് വരെ നമുക്കിപ്പോൾ ഉള്ള ഇൻസുലിനൊക്കെ ആണെങ്കിൽ നമുക്കത് ഡെയിലി തന്നെ എടുക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് 1 നേരം എടുത്ത കൺട്രോൾ ആവും. ചില ആൾക്കാർക്ക് 2 നേരം എടുക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് അത് 3 നേരം 5 നേരം 6 നേരം വരെയൊക്കെ എടുക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പല ഇൻസുലിൻ അവരുടെ ഓരോരുത്തരുടെയും ഷുഗറിൻ്റെ അളവനുസരിച്ചായിരിക്കും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ ഇൻസുലിൻ ഒരു ദിവസം മറന്നു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിൽ മാത്രമേ കൺട്രോൾ ആകത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ടൈപ്പ് 1 പ്രമേഹ രോഗികൾ. ടൈപ്പ് 1 പ്രമേഹ രോഗികളുടെ ബോഡിക്കകത്ത് തീരെ ഇൻസുലിൻ ഇല്ലാത്ത കണ്ടീഷനാണ്. അവർ ഒരു ദിവസമല്ല ഒരു നേരം പോലും ഇൻസുലിൻ മുടക്കാൻ പാടില്ല. കാരണം അത് വളരെ ഡേഞ്ചറസ് കണ്ടീഷനിലോട്ട് മാറും അത്. അപ്പോൾ അങ്ങനത്തെ രോഗികൾ എന്തായാലും കൃത്യമായി തന്നെ ഇൻസുലിൻ എടുക്കണം. ടൈപ്പ് 2 പ്രമേഹ രോഗികളും ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ കഴിവതും ഒരു നേരം പോലും മുടക്കാതെ എടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഷുഗറിൻ്റെ പരിശോധന കറക്റ്റായിട്ട് ചെയ്യുകയും വേണം. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ബിജു ആണ്. ബിജു ഡോക്ടറോട് ചോദിക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ പിന്നെ ഇൻസുലിൻ എടുക്കുന്നില്ല. എനിക്ക് ഒരു 10-20 മിനിറ്റിനുള്ളിൽ ആൾക്കാരുടെ മുഖം നമുക്ക് വ്യക്തമാകുന്നില്ല. അപ്പം അതുപോലെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ചെറിയ ഒരു ചെതറിച്ചെറിച്ച പോലെ രാത്രി വണ്ടിയുടെ ഓപ്പോസിറ്റ് വാഹനം ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. താങ്കളുടെ കാഴ്ചയ്ക്ക് പ്രശ്നം 166 ഫാസ്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഇന്നലെ എടുത്തപ്പോൾ 166 കാണിക്കുന്നുണ്ട് ഫാസ്റ്റിംഗ്. ഓക്കെ, താങ്കൾ പറയുന്നത് താങ്കളുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. ഫാസ്റ്റിംഗ് ഷുഗർ 166 ആണെന്നുള്ളല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രമേഹ രോഗികൾക്ക് അറിയേണ്ടത്, നമുക്ക് ഫാസ്റ്റിംഗ് ഷുഗർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ഷുഗർ 130 താഴെ മിനിമം നിൽക്കണം എന്നുള്ളതാണ്. 80-നും 130-നും ഇടയ്ക്കുള്ള ഫാസ്റ്റിംഗ് ഷുഗറാണ് ഒരു പ്രമേഹ രോഗിക്ക് ഷുഗർ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റിംഗ് റീഡിങ്. ആഫ്റ്റർ ഫുഡ് നോക്കുവാണെങ്കിൽ 2 മണിക്കൂറിന് ശേഷം നോക്കുന്ന ഷുഗർ ഒരു 110-180 നിൽക്കുന്ന ആണ് നോർമൽ എന്ന് പറയുന്നത്. അതുപോലെ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് HbA1c നോക്കുവാണെങ്കിൽ ഒരു 7% താഴെ നിൽക്കണം. ഇതാണ് നമ്മുടെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം ഒരു കൺട്രോളിലാണ് എന്ന് പറയുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്. താങ്കളുടെ കണ്ണിൻ്റെ കാര്യം പറഞ്ഞത്, അപ്പോൾ എന്തായാലും താങ്കളുടെ ഈ ഫാസ്റ്റിംഗ് റീഡിംഗ് വെച്ച് താങ്കളുടെ പ്രമേഹം കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനുണ്ട്. ഇനി കണ്ണിൻ്റെ കാര്യം, നമുക്ക് കണ്ണിൻ്റെ കാഴ്ചകൾ പ്രമേഹം നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ അഫക്റ്റ് ചെയ്യാം. ഒന്ന്, ഈ പറഞ്ഞ ഒരുപാട് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ കണ്ണിൽ ലെൻസിനെ കുറച്ച് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട് പ്രമേഹത്തിൽ. അപ്പോൾ ഈ സമയത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഗ്ലാസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്ലാസിൻ്റെ പവർ ചേഞ്ച് ചെയ്യരുത് ഈ സമയത്ത്. കാരണം പ്രമേഹം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പവർ ആയിരിക്കത്തില്ല താങ്കളുടെ പ്രമേഹം കൺട്രോൾ ചെയ്തതിന് ശേഷമുള്ള പവർ. അപ്പോൾ പവർ വീണ്ടും മാറി. ഇപ്പോൾ ഇന്ന് പുതിയ ഗ്ലാസ് വയ്ക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം വരുന്ന പവർ വേറെ ആയിരിക്കും. അപ്പോൾ വീണ്ടും താങ്കൾക്ക് ഗ്ലാസ് മാറേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. കണ്ണിന് ഡോക്ടറെ കാണിക്കുക, പരിശോധന ചെയ്യുക, എന്താണ് കണ്ണിൻ്റെ ഈ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുക. അതനുസരിച്ച് ഉള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാം. കണ്ണിൻ്റെ കാര്യത്തിൽ, പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ കൺട്രോൾ അല്ല. അപ്പോൾ താങ്കളുടെ മരുന്നുകൾക്ക് എന്തെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി താങ്കളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ശരി, വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ, നേരത്തെ നമ്മൾ വൃക്കയെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ഇനി ഹൃദയാരോഗ്യത്തെ എപ്രകാരമാണ് ഇത് ബാധിക്കുന്നത്? നമുക്കത് എങ്ങനെ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കും? അതെ, ഒരു ഹാർട്ടിനെ ബാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഹൃദയത്തിന് രക്തക്കുഴലുകളെ പ്രമേഹമുള്ള രോഗികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഹൃദയ രക്തക്കുഴലുകളുടെ വ്യാസം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് കുറവായിരിക്കും. അതിനകത്ത് കൊഴുപ്പടിഞ്ഞിട്ട് നമുക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. അത് പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ബ്ലോക്കിൻ്റെ പ്രത്യേകത, ഒരു ബ്ലോക്കായിരിക്കും, ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ, അവർക്ക് തുടക്കത്തിൽ ഇപ്പോൾ നടക്കുമ്പോൾ മാത്രം ഒരു നെഞ്ചിലൊരു ഭാരം അല്ലെങ്കിൽ നെഞ്ചിൽ വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന വരാം. ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ അത് ബാധിച്ച് ഹൃദയത്തിൻ്റെ നമുക്ക് ഒരു എന്താ പറയുക ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകാം. അതായത് നമുക്ക് പമ്പിങ് കറക്റ്റായിട്ട് വല്ലാത്ത അവസ്ഥ വരാം. ഇനി വേറൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് ഇതിനെ ബാധിക്കുന്നതിനെ കൂടാതെ ഞരമ്പുകളെയും ബാധിക്കാം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും വേദന ചിലപ്പം അറിയണമെന്നുമില്ല. അപ്പോൾ അതാണ് പല പ്രമേഹ രോഗികൾക്കും വേദന ഇല്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർക്ക് ഒരു ശ്വാസമുട്ടായിരിക്കാം ചിലപ്പോൾ പ്രമേഹത്തിലുള്ള ആൾക്കാർക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന രീതിയിലുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ പ്രമേഹ രോഗികളിൽ കാണണം എന്നില്ല. അത് നമുക്ക് ശരിക്കും നമ്മൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്രമേഹമുള്ള രോഗികൾക്കും റുട്ടീനായിട്ട് ഇടയ്ക്ക് ECG ഒക്കെ എടുത്ത് നോക്കും. ഇവരുടെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ചോദിക്കും, ഹാർട്ടിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഉള്ള ബാക്കിയുള്ള പരിശോധനകളും കാർഡിയോളജിസ്റ്റിൻ്റെ ഹെൽപ്പിൽ ചെയ്യേണ്ടി വരും. ശരി, വ്യക്തമായി എന്നൊക്കെ. ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഈ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് എന്താണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതെ, ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് നമ്മുടെ വൃക്കകളെ, കിഡ്നികളെ ബാധിക്കുന്ന കണ്ടീഷനാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണും. അതിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാൻ ഉള്ളത്, നമുക്ക്
ഈ നെഫ്രോപ്പതി വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മരുന്നുകൾ, കുറേ ഡാപ്പാഗ്ലിഫ്ലോസിൻ, എംപാഗ്ലിഫ്ലോസിൻ എന്നൊക്കെ പറഞ്ഞുള്ള ഗുളികകളുണ്ട്. ആ മരുന്നുകളൊക്കെ ശരിക്കും ഈ കിഡ്നിയിലൂടെ പ്രോട്ടീൻ പോകുന്ന അളവ്, യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്ന അളവ് ഒരുപാട് കുറയ്ക്കുകയും കിഡ്നിയുടെ ഫംഗ്ഷനെ മെച്ചപ്പെടുത്തുകയും ബ്ലഡ് ടെസ്റ്റിന് ക്രിയാറ്റിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്താലോ ഇത്തരം നെഫ്രോപ്പതിയിലോട്ട് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചികിത്സകൾ കുറവാണ്. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക, ഒന്ന് വരാതെ നോക്കുക, വന്നാൽ തന്നെ നേരത്തെ കണ്ടുപിടിക്കുക, കറക്റ്റായിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെഫ്രോപ്പതിയുടെ കാര്യത്തിൽ. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചേർത്തലയിൽ നിന്ന് ബേബിയാണ്. ബേബി ഡോക്ടറോട് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം, പറയണം. എനിക്ക് ഒരു ഷുഗർ എനിക്കില്ല, പക്ഷെ എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല വിശപ്പ്. ഈ ചോറാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്. എനിക്ക് ചോറിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പലഹാരങ്ങളൊക്കെ കുറവാണ്, ചോറാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഇടത് കണ്ണിനെ സംബന്ധിച്ച് ചെറിയൊരു അസുഖമുണ്ട് എനിക്ക്. അപ്പൊ ഷുഗർ എനിക്കില്ല. അത് ഞാൻ എന്റെ ഇടത് കണ്ണിന് ഒരു ഞരമ്പിനൊരു ചെറിയ നീർവീക്കം കൊണ്ടായിട്ട് ഞാനിപ്പോ ഒരു 7 ഇഞ്ചക്ഷനോളം ഒന്ന് ഗിരിധറിൽ ചെയ്തു. ബാക്കി 6 എണ്ണം ഞാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൽ ചെയ്തു. ഞരമ്പ് വീക്കം. അപ്പൊ അത് കാഴ്ചക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക് ഇടത് കണ്ണിന്. അപ്പൊ അത് ഈ ഷുഗറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഷുഗർ എന്നാ എനിക്ക് ഇല്ലതാനും. അല്ല, താങ്കളുടെ ലക്ഷണങ്ങൾക്ക് എന്താണ് കാരണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പരിശോധനകൾ താങ്കളുടെ കണ്ണിൻ്റെ ഡോക്ടറെ കുറച്ചുകൂടെ വിശദീകരിക്കാൻ പറ്റുമായിരിക്കും. പ്രമേഹമാണ് താങ്കൾ പറഞ്ഞ പല ലക്ഷണങ്ങളുടെയും കാരണമെങ്കിലും താങ്കൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ടെസ്റ്റുകൾ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കും. പ്രമേഹം ഇല്ലാത്ത രോഗികളിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ഒരു ടെസ്റ്റുകളാണ്. അതല്ലാതെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ് കഴിച്ചിട്ടുള്ള ടെസ്റ്റ് അല്ല. തുടക്കത്തിൽ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ടെസ്റ്റ്. അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുക. ഫാസ്റ്റിംഗ് ഷുഗർ താങ്കളുടെ 100-ന് താഴെയാണെങ്കിൽ ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നോക്കുന്ന ഷുഗറിൻ്റെ അളവ് 140-ന് താഴെയാണെങ്കിൽ HbA1c 3 മാസത്തെ ആവറേജ് നോക്കുമ്പോൾ 5.6-ന് താഴെയാണെങ്കിൽ താങ്കൾക്ക് പ്രമേഹം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നോർമൽ ആണെങ്കിൽ താങ്കൾ പറയുന്ന ലക്ഷണങ്ങളൊന്നും പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഒരുപാട് വേറെ കാരണങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള താങ്കളുടെ പരിശോധനകളിലൂടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ഓക്കെ ആണെന്ന് മാത്രം താങ്കൾ ഉറപ്പുവരുത്തുക. താങ്കളുടെ കണ്ണിൻ്റെ ഡോക്ടറോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ബാക്കി കാരണങ്ങളെന്നുള്ളത് ഡോക്ടർ ടെസ്റ്റുകളിലൂടെ പറഞ്ഞുതരും. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ ഈ നെർവുകളുടെ പ്രവർത്തനം, അപ്പോൾ അതിനെ ഏത് തരത്തിലാണ് ഈ പ്രമേഹം ബാധിക്കുന്നത്? ഏത് ഘട്ടത്തിൽ അതൊരു അപകടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു? നമ്മൾ പ്രധാനമായിട്ടും കാലുകളുടെ ഞരമ്പുകളിലെയാണ് ഈ പ്രമേഹം പ്രധാനമായിട്ടും ബാധിച്ച് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കത്തിൽ രോഗികൾ പറയുന്നത് കാലിൽ പ്രത്യേകിച്ച് പാദത്തിൻ്റെ അടിയിൽ നമുക്ക് ഒരു മുളകരച്ച് തേച്ച പോലത്തെ ഒരു നീറ്റൽ അനുഭവപ്പെടാം, അല്ലെങ്കിൽ സൂചി വെച്ച് കുത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു പഞ്ഞിക്കെട്ടി നടക്കുന്ന പോലെ കാലിൽ ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോവാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാലിൽ നിന്ന് ചെരുപ്പൊക്കെ ഊരിപ്പോവാം, നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാം. അപ്പം ഈ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ വരുന്നത്. അതിനുശേഷം ചിലപ്പോൾ കൈക്ക് തന്നെ പെരുപ്പുകൾ അനുഭവപ്പെടാം. പിന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് വരുന്നത് നമുക്ക് കാലിലോട്ട് സെൻസേഷൻ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് സാധാരണ കാലിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ മുള്ളോ എല്ലാം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, വേദന കാണും. ഇത്തരം രോഗികൾക്ക് അത് വേദനയുടെ ഒരു അളവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ മുറിവ് വന്നാൽ പോലും അത് വലിയ വ്രണമായി മാറുകയും അത് ഒരു വലിയൊരു അൾസറായിട്ട് മാറുകയും ചിലപ്പോൾ അത് കാല് മുകളിലോട്ട് വലിയ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റി വേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനിലോട്ട് നീങ്ങാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ കാലുകളുടെ ഞരമ്പുകളെയും രക്തക്കുഴലിനെയും ഷുഗർ ബാധിക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള മരുന്നുകളുണ്ട്. അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യണം. പിന്നെ ഇത് വന്നു കഴിഞ്ഞ് വലിയ അൾസറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും നമുക്ക് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും, നെർവിനെ ബാധിക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട്. അപ്പം ഇതാണ് ലക്ഷണങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കാനായിട്ട് പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ കാലുകളെ ബാധിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, ഒടുവിൽ അത് മുറിച്ച് കളയുന്ന ഘട്ടം വരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായി പ്രമേഹ രോഗികൾ ഒരു തരത്തിലും ശരീരത്തിൽ മുറിവുകൾ ഏൽക്കാതിരിക്കാൻ വളരെ മുൻകരുതലോടെ തന്നെ നിൽക്കണമെന്നാണോ ഡോക്ടർ? അതെ, അതായത് നമുക്ക് ഒരു സാധാരണ പ്രമേഹം ഇല്ലാത്ത രോഗിയെ കമ്പയർ ചെയ്യുമ്പോൾ പ്രമേഹ രോഗികൾക്ക്
ഒരു മുറിവ് വന്നാൽ ഉണങ്ങാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു റിസ്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പല പ്രമേഹ രോഗികൾ, മെയിനായിട്ടും അവർക്ക് ഈ ഷുഗർ കൺട്രോൾ അല്ലാത്ത രോഗികൾക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള റിസ്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുറിവ് ഉണങ്ങത്തില്ല എന്നല്ല, പക്ഷേ ഉണങ്ങാൻ എടുക്കുന്ന സമയം, ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രമേഹ രോഗികൾക്ക് നമുക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അലേർട്ടായിരിക്കും, കുറച്ചും കൂടി ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് കറക്റ്റായിട്ട് മെഡിസിനൊക്കെ എടുത്ത് അത് ക്യൂർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് എത്തരത്തിലെങ്കിലും ഈ ഓർമ്മക്കുറവ് വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ അൾഷിമേഴ്സ് രോഗത്തിന് അതിനുള്ള ഏതെങ്കിലും ഒരു സാധ്യത മുന്നിലുണ്ടോ? അതെ, പ്രമേഹ രോഗികൾക്ക് നമുക്ക് ഈ പറയുന്ന ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന അൽഷിമേഴ്സ് ഡിസീസ് ഉള്ള കണ്ടീഷനിലോട്ട് പോകാനുള്ള റിസ്ക് ഒരു ഇല്ലാത്ത രോഗിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതലായിരിക്കും. പ്രധാനമായിട്ടും ഈ പ്രമേഹ രോഗികൾക്ക് രക്തക്കുഴലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പം ഈ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോഴും ഈ തലച്ചോറ് രക്തക്കുഴലൊക്കെ ബാധിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓർമ്മയെ കൺട്രോൾ ചെയ്യുന്ന ഏരിയാസ് അതിനെയൊക്കെ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്രമേണ അവർക്ക് ഓർമ്മ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികൾക്ക് സ്ട്രോക്ക് ഒന്നിൽ കൂടുതൽ തവണ വരാനുള്ള റിസ്ക് കൂടുതലാണ്. പല പ്രാവശ്യം സ്ട്രോക്ക് വരുമ്പോഴത്തേക്കും അവരുടെ ഓർമ്മയെ അത് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രമേഹം രക്തക്കുഴലെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കോംപ്ലിക്കേഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുമുണ്ട്. അപ്പം ഈ ഓർമ്മക്കുറവിലേക്ക് വരാതിരിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കുക, സ്ട്രോക്ക് വരാതെ നോക്കുക, ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. കേൾക്കുന്നുണ്ടോ? അതെ ഉണ്ട്. ഹലോ സാർ, നമസ്കാരം. സാർ, ഞാൻ കോഴിക്കോട് വടകര. ഞാൻ ഈ 20 വർഷമായി ഡയബറ്റിക് ആണ്. ഇപ്പൊ അടുത്തൊരു 4 വർഷം മുമ്പേ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. 4 വർഷമായി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണവും കാലിന്റെ മുകളിൽ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതാണ്. കാലിന്റെ വേദന, ക്ഷീണം. ഓക്കെ ഓക്കെ അപ്പോൾ താങ്കളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കിഡ്നി ഫംഗ്ഷനൊക്കെ ഇപ്പം നെഫ്രോളജിസ്റ്റിനെ കാണുന്നുണ്ടാവും, നോർമലായിരിക്കും വിചാരിക്കുന്നു. അപ്പം ഈ ക്ഷീണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. താങ്കൾ ഇൻസുലിനാണോ ഗുളികയാണോ എടുക്കുന്നത് പ്രമേഹത്തിന്? ഇൻസുലിനാണ് എടുക്കുന്നത്. ഓക്കെ, പ്രമേഹത്തിൽ അല്ലെങ്കിൽ പറയും താങ്കളുടെ കാര്യത്തിൽ ഈ ക്ഷീണം വരാൻ ഒരുപാട് കാരണങ്ങൾ വരാം. ഒരു കാരണം ചിലപ്പം ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്നാൽ നമുക്ക് ക്ഷീണം വരാം. അപ്പോൾ താങ്കളുടെ ഷുഗറിൻ്റെ അളവ് ദിവസവും പ്രധാനമായിട്ടും നമ്മൾ ഫുഡിന് മുമ്പും ശേഷവും നമ്മൾ മോണിറ്റർ ചെയ്യണം. രാവിലെ ഫുഡിന് മുമ്പാണെങ്കിലും അതുപോലെ 3 നേരം ഫുഡിന് ശേഷം നമ്മൾ ഷുഗർ മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഷുഗറിൻ്റെ അളവ് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷീണം വരാം. നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം, ഒരുപാട് വിയർക്കാം, ഒരു വെപ്രാളം വരാം, വിശപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ നമ്മുടെ ഷുഗറിൻ്റെ പ്രമേഹത്തിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പം ഞരമ്പുകളെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പല ലക്ഷണങ്ങളും കാണണമെന്നുമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഷുഗർ നോക്കുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഷുഗർ 40-50 എന്നൊക്കെ കാണുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്നതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ക്ഷീണത്തിന് ചിലപ്പോൾ ഒരു കാരണം ഷുഗർ കുറയുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാലും താങ്കൾക്ക് ക്ഷീണം വരാം. പിന്നെ ഈ ഞരമ്പുകളുടെ കാര്യം പറഞ്ഞു. ഈ ഞരമ്പുകളുടെ ഈ വേദനകൾക്ക് തരുന്ന മരുന്നുകൾ പലതും കുറച്ച് സെഡേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളുമാണ്. ചിലപ്പോൾ ആ മരുന്നിൻ്റെ ഡോസ് ചിലപ്പോൾ വ്യത്യാസം വരുത്തേണ്ടി വന്നേക്കാം ഈ ക്ഷീണം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്ഷീണത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് ഈ പറഞ്ഞ കാരണങ്ങൾ ചിലതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. നമ്മൾ നേരത്തെ ഹൃദയത്തെപ്പറ്റിയും വൃക്കയെപ്പറ്റിയും കണ്ണിനെപ്പറ്റിയും ഒക്കെ സംസാരിച്ചു. അപ്പോൾ മറ്റേതെല്ലാം പ്രശ്നങ്ങൾ ഈ പ്രമേഹം മൂലം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്? അതോടൊപ്പം തന്നെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ സംബന്ധിച്ചും വളരെ ചുരുക്കി. ഓക്കെ, പ്രമേഹം ബാധിക്കാത്ത ഒരു അവയവവും നമ്മുടെ ബോഡിക്കകത്തില്ല. തലയുടെ മുടി, നമ്മുടെ നമ്മുടെ നഖം, തൊലിപ്പുറം, സ്കിന്ന് എല്ലാം പ്രമേഹം ബാധിക്കാവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വിട്ടുപോയ കാര്യം ഒന്ന് ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് പ്രമേഹം. അത് ഫാറ്റി ലിവർ എന്ന് പറയും.
അത് പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾക്ക് വരാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറോസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് ലിവർ മാറ്റി വയ്ക്കുന്ന അവസ്ഥയിലോട്ട് വരാറുണ്ട്. ഈ ഫാറ്റി ലിവർ വരുന്ന ഒരു കാരണം മദ്യപാനമാണെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതലായിട്ടും ഈ പ്രമേഹ രോഗികളിലാണ്. മദ്യം യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും ഈ ഫാറ്റി ലിവർ വരുന്നതിൻ്റെ പ്രധാന കാരണം ഡയബറ്റീസാണ്, അൺകൺട്രോൾ ഡയബറ്റീസാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ലിവറിൻ്റെ ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലിവറിൻ്റെ സ്കാൻ എടുത്ത് നോക്കി കൊഴുപ്പടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോരോ അവയവങ്ങളെയും, അതിപ്പോൾ ഒരു തടത്തുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കാം. എല്ലാ അവയവങ്ങളെയും ഒരു രീതിയിലല്ല മറ്റു രീതിയിൽ പ്രമേഹം ബാധിക്കാം. ഇനി പുതിയ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള പുതിയ മരുന്നുകളുടെ 2-3 ക്ലാസസ് ഓഫ് മരുന്നുകൾ, അതായത് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ GLP-1 എന്ന് പറയുന്ന മരുന്നുകൾ, അതായത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സെമാഗ്ലൂട്ടൈഡ്, ഡുലാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊക്കെ നമ്മുടെ ശരീരഭാരം, കാരണം പ്രമേഹമുള്ള രോഗികൾ പലർക്കും അമിതവണ്ണം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ശരീരഭാരം കൂടെ കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമേഹം കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല, ബോഡിക്കകത്തുള്ള കൊഴുപ്പ്, ഫാറ്റ് കുറയും, അവരുടെ വണ്ണം കുറയും കൂടെ ചെയ്യുന്നുണ്ട് ഈ മരുന്നുകളിലൂടെ. പിന്നെ പുതിയ മരുന്നുകൾ, പുതിയ ഇൻസുലിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് ഷുഗറിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞു പോകാതെ നോക്കുന്ന രീതിയിലുള്ള ഇൻസുലിനും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പുതുതായിട്ടുള്ള ചികിത്സാ രീതികൾ. സമയപരിമിതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടപെട്ടത്. അപ്പോൾ പ്രമേഹത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അഖിൽ കൃഷ്ണയായിരുന്നു. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.